ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. നമുക്കിന്ന് 2ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റ് നോക്കാം കേട്ടോ. എന്താ യൂണിറ്റിൻ്റെ പേര് നോക്കൂ? ദ വില്ലേജ് ഓഫ് ബേർഡ്സ്. ഓക്കെ, വില്ലേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാമം അല്ലേ? ബേർഡ്സ് എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ ഒരു ഗ്രാമത്തെക്കുറിച്ചാണ് ഈ സ്റ്റോറി കേട്ടോ. നമുക്ക് നോക്കാമല്ലോ. ഓക്കെ, ലെറ്റ്സ് റീഡ്. ഓക്കെ, ഹരിതഗിരി ഈസ് എ ബ്യൂട്ടിഫുൾ വില്ലേജ്. വില്ലേജിൻ്റെ പേരെന്താണ്? ഹരിതഗിരി. ഓക്കെ, ഹരിതഗിരി ഈസ് എ ബ്യൂട്ടിഫുൾ വില്ലേജ്. ഹരിതഗിരി ഒരു ഭംഗിയുള്ള, ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഭംഗിയുള്ള ഒരു ഗ്രാമമാണ്. ഓക്കെ, എ റിവർ ഫ്ലോസ് ത്രൂ ദ വില്ലേജ്. എ റിവർ ഒരു നദി. ഓക്കെ, ഒരു നദി അതിലേക്ക് കൂടി ഒഴുകുന്നുണ്ട്. ഓക്കെ, ഫ്ലോസ് എന്ന് പറഞ്ഞാൽ നദി ഒഴുകുന്നതിനാണ് ഫ്ലോ ചെയ്യുക എന്ന് പറയാം കേട്ടോ. ഫ്ലോസ് ത്രൂ ദ വില്ലേജ്, ആ വില്ലേജിലേക്ക് കൂടി ഒരു നദി ഒഴുകുന്നുണ്ട്. ഇറ്റ് ഈസ് ദ റിവർ ഓഫ് ഹരിതഗിരി. അത് ഹരിതഗിരിയുടെ റിവർ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, there are tall trees on both sides of the river. ആ റിവറിൻ്റെ 2 സൈഡിലും നല്ല നീളമുള്ള മരങ്ങളുണ്ട്. ഓക്കെ, ടുവേർഡ്സ് സമ്മർ ദ ട്രീസ് ബെയർ കളർഫുൾ ഫ്ലവേഴ്സ്. എന്താ പറയുന്നത് നോക്കി? സമ്മർ ആവാനാകുമ്പോൾ, ഓക്കെ, സമ്മർ ആകുമ്പോഴല്ല, സമ്മർ ആകാനാകുമ്പോൾ മരങ്ങളിലൊക്കെ നല്ല കളർഫുള്ളായിട്ട് നിറങ്ങളുള്ള പൂക്കളുണ്ടാകും. ഓക്കെ, എന്താ പറയുന്നത്? സമ്മർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സീസണാണ് അല്ലേ? സീസൺസ് എന്ന് പറഞ്ഞാൽ 4 സീസൺസ് ഉണ്ട്, കേട്ടിട്ടുണ്ടോ? ഏതൊക്കെയാണ് അത് പറഞ്ഞേ? സ്പ്രിംഗ് ഉണ്ട്, സമ്മർ, ഓട്ടം, വിൻ്റർ. സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ വസന്തകാലം, സമ്മർ വേനൽക്കാലം, ഓട്ടം ശരത്കാലം, വിൻ്റർ ശീതകാലം. ഓക്കെ, സ്പ്രിങ്ങിലാണ് നല്ല പൂക്കളൊക്കെ ഉണ്ടാവുക. ഓക്കെ, പിന്നെ സമ്മർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വേനൽക്കാലം, നല്ല വെയിലൊക്കെയുള്ള ചൂടുള്ള കാലം. ഓട്ടം ശരത്കാലം, ഓട്ടം കാലത്താണ് മരങ്ങളൊക്കെ ഇലകൾ പൊഴിക്കുന്ന കാലമാണ് ഓട്ടം. പിന്നെ വിൻ്റർ എന്ന് പറയുന്നത് നമ്മളെ തണുപ്പ് കാലം. ഓക്കെ, അങ്ങനെ 4 സീസൺസ്, 4 ഋതുക്കൾ, കാലങ്ങൾ എന്നൊക്കെ പറയും. അതുണ്ട് നമുക്കിവിടെ അല്ലേ? യെസ്. അപ്പം സമ്മർ ആവാനാകുമ്പോൾ എന്താണ്? എല്ലാ മരങ്ങളിലും നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കൾ ഉണ്ടാകും. ദ വിൻഡ് ക്യാരീസ് ദ ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ് അക്രോസ് ദ വില്ലേജ്. എന്താ പറയുന്നത്? വിൻഡ് എന്ന് പറഞ്ഞാൽ കാറ്റ് അല്ലേ? കാറ്റ് എന്ത് ചെയ്യും? ക്യാരി ചെയ്യും ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ്. ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സുഗന്ധം അല്ലേ? നല്ല പൂക്കളുണ്ടാവും മരത്തിലൊക്കെ. ആ മരത്തിലെ പൂക്കളുടെ മണം ഇങ്ങനെ വിൻഡ് എന്താക്കും? ഇങ്ങനെ അതിങ്ങനെ എന്താണ്? ആകാശത്തിൽ ഇങ്ങനെ പറന്ന് നടക്കും. ആ മരം ഇങ്ങനെ ഒഴുകി, ആ മണം ഇങ്ങനെ നമുക്ക് കിട്ടില്ല, എല്ലാവരുടെയും വരില്ലേ മണം? അതാണ് പറയുന്നത് കേട്ടോ. ആ വിൻഡ് ആ മണത്തെ നമ്മളിലെല്ലാം എത്തിക്കും. ആ ഫ്രാഗ്രൻസ്, സുഗന്ധത്തെ അക്രോസ് വില്ലേജ് മൊത്തം ആ നല്ല മണം ഉണ്ടാക്കും. എവ്രി സമ്മർ ദ പീപ്പിൾ ഓഫ് ഹരിതഗിരി സെലിബ്രേറ്റ് എ ഫെസ്റ്റിവൽ. എല്ലാ സമ്മറിലും എന്ത് ചെയ്യും? ഹരിതഗിരിയിലെ ജനങ്ങൾ ഒരു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യാൻ ആഘോഷിക്കും. ഓക്കെ, ഒരു ഫെസ്റ്റിവൽ, ഒരു ഉത്സവം, അവിടെ ഒരു ഉത്സവം അവരെല്ലാവരും ആഘോഷിക്കും. ഇറ്റ് ഈസ് ദ ഫെസ്റ്റിവൽ ഓഫ് ബേർഡ്സ്. അത് ഏത് ഫെസ്റ്റിവലാണ്? ഇറ്റ് ഈസ് ദ ഫെസ്റ്റിവൽ ഓഫ് ബേർഡ്സ്. പക്ഷികളുടെ ഫെസ്റ്റിവലാണത് കേട്ടോ. എല്ലാ സമ്മറിലും ഹരിതഗിരി ആഘോഷിക്കുന്നത് ഫെസ്റ്റിവൽ ഓഫ് ബേർഡ്സ് ആണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഹാവ് യു സീൻ എ വില്ലേജ് ലൈക്ക് ദിസ്? ഇതുപോലെയുള്ള ഗ്രാമം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടാവും അല്ലേ? നമ്മളെ നാട്ടിൽ ഒരുപാടുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ ഒരുപാട് ഗ്രാമങ്ങളുണ്ട് അല്ലേ? മരവും കാടും കുന്നും പുഴയൊക്കെയുള്ള ഗ്രാമങ്ങളില്ലേ നമ്മുടെ നാട്ടിൽ? യെസ്. വാട്ട് ഡു യു ലൈക്ക് ഇൻ സച്ച് എ വില്ലേജ്? എന്താണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടം? ആ വില്ലേജിൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടം എന്താണ്? പുഴ ഇഷ്ടമുള്ളവരുണ്ടാവും, നല്ല നെൽപ്പാടങ്ങളുണ്ടാവും, നല്ല മരങ്ങളുണ്ടാവും അല്ലേ? ഫ്രഷ് ആയിട്ടുള്ള എയർ നമുക്ക് ശ്വസിക്കാൻ കിട്ടും. അതൊക്കെയാണ് നമുക്ക് ആ വില്ലേജിൽ ഇഷ്ടം അല്ലേ? ഓക്കെ, എന്നിട്ട് നോക്കി, ലിസൺ ടു യുവർ ടീച്ചറിലേക്ക് നോക്കൂ. ലോട്ട്സ് ഓഫ് ബേർഡ്സ് വിസിറ്റ് ദ വില്ലേജ് ഡ്യൂറിങ് ദ ഫെസ്റ്റിവൽ. എവ്രി ഇയർ ദ വില്ലേജേഴ്സ് വെയിറ്റ് ഫോർ ദ ബേർഡ്സ് ടു കം. എന്താ പറയുന്നത്? എല്ലാ വർഷവും ഒരുപാട് പക്ഷികൾ ആ വില്ലേജിൽ, ആ ഫെസ്റ്റിവലിൻ്റെ സമയമാകുമ്പോഴത്തേക്കും ഒരുപാട് പക്ഷികൾ ആ വില്ലേജിലേക്ക് എത്തും. അവിടുത്തെ ജനങ്ങളൊക്കെ, ആ വില്ലേജിലെ ജനങ്ങളൊക്കെ പക്ഷികൾ വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, വൈ ഡു വില്ലേജേഴ്സ് വെയിറ്റ് ഫോർ ദ ബേർഡ്സ്? എന്തിനാണ് അവർ വില്ലേജേഴ്സ് വെയിറ്റ് ചെയ്യുന്നത്? ബേർഡ്സിന് വേണ്ടിയിട്ട്, ഭംഗിയുള്ള പക്ഷികളെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ? നമുക്ക് നോക്കാം, പാഠത്തിൽ പറയുന്നുണ്ടാവും അല്ലേ? യെസ്. ദ പീപ്പിൾ ഓഫ് ഹരിതഗിരി ട്രീറ്റ് ബേർഡ്സ് ആസ് ദെയർ ഗസ്റ്റ്സ്. എന്താ പറയുന്നത്? ഹരിതഗിരിയിലെ ജനങ്ങൾ, ദ പീപ്പിൾ ഓഫ് ഹരിതഗിരി ട്രീറ്റ് ബേർഡ്സ് ആസ് ദെയർ ഗസ്റ്റ്സ്. എന്താണ്? അവിടുത്തെ ഹരിതഗിരിയിലെ ജനങ്ങൾ ബേർഡ്സിനെ അവരുടെ അതിഥികളായിട്ടാണ് നോക്കുന്നത്, ട്രീറ്റ് ചെയ്യുന്നത് കേട്ടോ. When the birds arrive, the festival begins. പക്ഷികൾ വരുമ്പോൾ ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ എന്തിനാണ് വൈ ഡു ദ വില്ലേജസ് വെയിറ്റ് ഫോർ ദ ബേർഡ്സ്? എന്തിനാണ് വില്ലേജസ് വെയിറ്റ് ചെയ്യുന്നത്? എന്തിനാണ്? യെസ്, ആ ബേർഡ്സ് വരുമ്പോഴാണ് ഫെസ്റ്റിവൽ ബിഗിൻ ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ആ വില്ലേജസ് എന്ത് ചെയ്തത്? ഈ ബേർഡ്സിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ,
ദ പീപ്പിൾ കീപ് ദ വില്ലേജ് ഫ്രീ ഫ്രം ലൗഡ് സൗണ്ട്സ്. ആൾക്കാർ എന്ത് ചെയ്യും, അവിടുത്തെ ജനങ്ങൾ വലിയ സൗണ്ടൊന്നും ഉണ്ടാക്കില്ല. കാരണം എന്താ, വലിയ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ പക്ഷികൾ പേടിച്ചു പോകും, അങ്ങോട്ടേക്ക് വരില്ല അല്ലേ. അപ്പോൾ അങ്ങനെ വലിയ ലൗഡ് നോയ്സൊക്കെ അവരവിടെ ഒഴിവാക്കും. നോ ക്രാക്കേഴ്സ്, പടക്കം പൊട്ടിക്കാനേ പറ്റില്ല. നോ ബെൽസ്, ബെല്ലടിക്കാൻ പറ്റില്ല. നോ ഡ്രം ബീറ്റ്സ്, വലിയ ചെണ്ട കൊട്ടില്ല. ദേ ഡോണ്ട് ഈവൻ ബ്ലോ ദ ഹോൺസ് ഓഫ് വെഹിക്കിൾസ്. എന്താ പറയുന്നത്, ദേ ഡോണ്ട് ഈവൻ ബ്ലോ ദ ഹോൺസ് ഓഫ് വെഹിക്കിൾസ്. ബ്ലോ ചെയ്യാൻ അടിക്കുക അല്ലേ, ഹോൺസ്, വെഹിക്കിളിൻ്റെ ഹോൺ പോലും അടിക്കില്ല അവിടെ. ഓക്കെ, ഹോൺ അടിച്ചാലും പക്ഷികൾ പറന്നു പോകും, അല്ലെ ചെണ്ട കൊട്ടിയാലൊക്കെ പക്ഷികൾ പറന്നു പോകും. വലിയ സൗണ്ട് ഉണ്ടാകുമ്പോൾ പക്ഷികൾ വരില്ല എന്നുള്ളത് കൊണ്ട് അവിടുത്തെ ജനങ്ങൾ ആ സമയത്ത് എന്ത് ചെയ്യില്ല, വലിയ സൗണ്ട് ഒന്നും ഉണ്ടാക്കൂല. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താണ്, ദ വില്ലേജേഴ്സ് ഡു നോട്ട് ബ്ലോ ദ ഹോൺസ്. വൈ, എന്തുകൊണ്ടാണ് വില്ലേജേഴ്സ് അവിടെ സൗണ്ട്, ഹോണിൻ്റെ സൗണ്ട് ഉണ്ടാക്കാത്തത് അല്ലേ. എന്തുകൊണ്ടാണ്, ദ വില്ലേജേഴ്സ് ഡു നോട്ട് ബ്ലോ ദ ഹോൺസ് ബിക്കോസ് ദേ ഡോണ്ട് വാണ്ട് ടു ഡിസ്റ്റർബ് ദ ബേർഡ്സ്. അവർക്ക് അവിടുത്തെ പക്ഷികളൊന്നും ഡിസ്റ്റർബ് ചെയ്യാൻ താല്പര്യമില്ല അല്ലേ. അവർക്ക് അവരുടെ പക്ഷികളൊക്കെ വളരെ ഇഷ്ടമാണ്, അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ട എന്നുള്ളത് കൊണ്ടാണ് അവരവിടെ എന്ത് ചെയ്യാത്തത്, ഹോൺസ് ഒന്നും മുഴക്കാത്തത്. ഓക്കെ, എന്നിട്ട് ട്രീസ് ഓൺ ദ റിവർ ബാങ്ക് ബിഗാൻ ടു ബ്ലൂം അല്ലേ. റിവറിൻ്റെ പുഴയുടെ അടുത്തുള്ള മരങ്ങളൊക്കെ എന്താണ്, പൂവിടാൻ തുടങ്ങി. ബിഗാൻ ടു ബ്ലൂം. റിവർ ബാങ്ക് എന്ന് പറഞ്ഞാൽ തീരം എന്നാണ് കേട്ടോ. എന്താണ്, റിവറിൻ്റെ, നദിയുടെ തീരം, പുഴയുടെ തീരം എന്നുള്ള അർത്ഥമാണ് ബാങ്കിന് കേട്ടോ. BANK, ബാങ്ക് എന്ന് പറഞ്ഞാൽ തീരം എന്നാണ് അർത്ഥം. ഓക്കെ, പിന്നെ ബിഗാൻ ടു ബ്ലൂം എന്ന് പറഞ്ഞാൽ പൂവിടാൻ തുടങ്ങി. ദ വില്ലേജേഴ്സ് ഗോട്ട് റെഡി ഫോർ ദ ഫെസ്റ്റിവൽ. വില്ലേജേഴ്സ് എല്ലാവരും ഫെസ്റ്റിവലിന് വേണ്ടി റെഡിയായി. സമ്മർ ഈസ് ഏർലി ദിസ് ഇയർ സെഡ് ദ വില്ലേജേഴ്സ്. ഇത്തവണ സമ്മർ വളരെ നേരത്തെയാണ് അല്ലേ, ഇപ്രാവശ്യം വേഗം തന്നെ സമ്മർ വന്നു. ഓക്കെ, അങ്ങനെ ആര് പറഞ്ഞു, വില്ലേജേഴ്സ് പറഞ്ഞു. ഓക്കെ, യെസ്. ഹൗ ഡിഡ് ദ വില്ലേജേഴ്സ് ഗെറ്റ് റെഡി ഫോർ ദ ഫെസ്റ്റിവൽ. എങ്ങനെയാണ് അവർ വില്ലേജേഴ്സ് റെഡി ആയത്. ദ വില്ലേജേഴ്സ് ഗോട്ട് റെഡി ഫോർ ദ ഫെസ്റ്റിവൽ ബൈ ഡെക്കറേറ്റിംഗ് ദെയർ ഹൗസസ് അല്ലേ. അവരുടെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് അവർ വില്ലേജേഴ്സ് ഫെസ്റ്റിവലിന് വേണ്ടി റെഡി ആയത്. കൂടാതെ എന്താണ്, ഫ്ലവേഴ്സൊക്കെ ബ്ലൂം ചെയ്തു. അങ്ങനെ എല്ലാം കൊണ്ടും അവർ ഫെസ്റ്റിവലിന് വേണ്ടി റെഡിയായി നിന്നു. ഓക്കെ, ദ ഫെസ്റ്റിവൽ സീസൺ അറൈവ്ഡ്. അങ്ങനെ ഉത്സവകാലം വന്നു, ഫെസ്റ്റിവൽ സീസൺ എത്തി. ദ വില്ലേജേഴ്സ് സ്റ്റാർട്ടഡ് ഡെക്കറേറ്റിംഗ് ദെയർ ഹൗസസ്. വില്ലേജേഴ്സ് അവരുടെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചു. ട്വിങ്കിൾ ടൈഡ് ഫെസ്റ്റൂൺസ് ഓൺ ദ ട്രീ നിയർ ഹിസ് ഹൗസ്. ട്വിങ്കിൾ എന്ന് പറഞ്ഞൊരു കുട്ടി എന്ത് ചെയ്തു, ഫെസ്റ്റൂൺസ്. എന്ത് ഫെസ്റ്റൂൺസ് എന്ന് പറഞ്ഞാൽ തോരണം. ഓക്കെ, ഇപ്പം നമ്മൾ കണ്ടില്ലേ, കളർഫുൾ ആയിട്ടുള്ള പേപ്പറൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്ന കണ്ടില്ലേ, അവിടെ കണ്ടില്ലേ, ചിത്രത്തിൽ കാണില്ലേ കുട്ടികൾ ചെയ്യുന്നത്, കളർഫുള്ളായിട്ടുള്ള ഡെക്കറേറ്റിംഗ് പേപ്പർ കൊണ്ട് ചെയ്യുന്നത്. അതിനാണ്, അങ്ങനെ തൂക്കുന്നതിനാണ്, തോരണം തൂക്കുന്നതിനാണ് ഫെസ്റ്റൂൺസ് എന്ന് പറയാം കേട്ടോ. യെസ്, ട്വിങ്കിൾ എന്ത് ചെയ്തു, ഫെസ്റ്റൂൺസ് അവൻ്റെ വീടിൻ്റെ അടുത്തുള്ള മരത്തിൻ്റെ മേലെയൊക്കെ മുഴുവൻ കളർ പേപ്പർ കൊണ്ട് അലങ്കരിച്ചു. ഡിംപിൾ പുട്ട് സം ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഓൺ എ പ്ലേറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദെയർ ഹൗസ്. അപ്പോൾ ഡിംപിൾ എന്ത് ചെയ്തു, ഒരു പ്ലേറ്റിൽ കുറേ ഫ്രൂട്ട്സും പഴങ്ങളും കുറേ നട്ട്സ് അല്ലേ, കടലക്കയും പരിപ്പ് അതുപോലെ നട്ട്സൊക്കെ എടുത്തിട്ട് ഒരു പ്ലേറ്റിലിട്ട് അവളുടെ വീടിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചു. ദേ ഹാപ്പിലി വെയിറ്റഡ് ഫോർ ദ ബേർഡ്സ്. അവർ സന്തോഷത്തോടു കൂടി അങ്ങനെ എന്ത് ചെയ്തു, ബേർഡ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തു. എന്തിനാണ് ഫ്രൂട്ട്സും നട്ട്സൊക്കെ പ്ലേറ്റിലിട്ട് വെച്ചത്, ബേർഡ്സിന് വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. യെസ്. ഓക്കെ, അവിടെ 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടോ നോക്കിയേ. ഒന്നാമത്, വൈ ഡിഡ് ദ ചിൽഡ്രൻ വെയിറ്റ് ഫോർ ദ ബേർഡ്സ്. എന്തുകൊണ്ടാണ് കുട്ടികൾ ബേർഡ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തത്. ദ ചിൽഡ്രൻ വെയിറ്റ് ഫോർ ദ ബേർഡ്സ് ബിക്കോസ് ദേ വാണ്ടഡ് ടു വെൽക്കം ദ ബേർഡ്സ് അല്ലേ. അവർക്ക് ബേർഡ്സിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നത്. ആൻഡ് ഓൾസോ ടു സ്റ്റാർട്ട് ദെയർ ഫെസ്റ്റിവൽ അല്ലേ. അവർക്ക് അവരുടെ ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണം, ബേർഡ്സിനെ വെൽക്കം ചെയ്യാൻ വേണം. അതിന് വേണ്ടിയിട്ടാണ് അവർ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ഹൗ ഡു യു വെൽക്കം യുവർ ഗസ്റ്റ്സ്. നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ ഗസ്റ്റിനെ വെൽക്കം ചെയ്യാൻ, എങ്ങനെയാണ്. ഐ വെൽക്കം മൈ ഗസ്റ്റ് ബൈ സ്മൈലിംഗ് ആൻഡ് ഓഫറിങ് ടീ, കോഫി അല്ലേ, ജ്യൂസ്. അങ്ങനെ ഞാൻ എൻ്റെ ഗസ്റ്റിനെ എങ്ങനെയാണ് വെൽക്കം ചെയ്യുക, അവരോട് ചിരിച്ചുകൊണ്ട് അവരെ സ്വീകരിക്കും. എന്നിട്ട് അവർക്ക് ഓഫർ ചെയ്യും, ചായയോ കാപ്പിയോ അല്ലെങ്കിൽ ജ്യൂസോ എന്താ വേണ്ടത് വെച്ചാൽ അവർക്ക് നമ്മൾ കൊടുത്തിട്ട് ഹാപ്പി ആയിട്ട് അവരെ നമ്മൾ വെൽക്കം ചെയ്യും അല്ലേ. ഓക്കെ, എന്നിട്ട് ബേർഡ്സ് സ്റ്റാർട്ടഡ് കമ്മിങ് ടു ദ വില്ലേജ്. അങ്ങനെ പക്ഷികൾ അവരുടെ വില്ലേജിലേക്ക് വരാൻ തുടങ്ങി. ദ സാറ്റ് ഓൺ ദ ട്രീ ബ്രാഞ്ചസ്. അവർ വന്നിട്ട് അങ്ങനെ മരത്തിൻ്റെ ചില്ലകളിൽ ഇരുന്നു. ഓക്കെ, ദ ഫെസ്റ്റിവൽ ബിഗാൻ. പക്ഷികൾ വന്നതോടുകൂടി ഉത്സവം സ്റ്റാർട്ടായി. ദ ഹോൾ വില്ലേജ് വാസ് ഫിൽഡ് വിത്ത് ദ ചാറ്റർ ഓഫ് ബേർഡ്സ് ഓഫ് വേരിയസ് കൈൻഡ്സ്. എന്താണ്, വില്ലേജ് മൊത്തം പക്ഷികളുടെ
ചാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ കലപില സൗണ്ടുകൾ, സംസാരമാണ്. അവരുടെ കലപില സൗണ്ട് കൊണ്ട് ആ വില്ലേജ് മുഴുവൻ നിറഞ്ഞു. ഓക്കെ. ചെർപ്പിംഗ് ഓഫ് സ്പാരോസ്. എന്താ ചെർപ്പിംഗ് എന്ന് പറഞ്ഞാൽ? CHIRPING. ചെർപ്പിംഗ് എന്ന് പറഞ്ഞാൽ പക്ഷികൾ ചിലയ്ക്കുന്ന സൗണ്ടാണ്. ഓക്കെ. സ്പാരോസിൻ്റെ പാട്ട് പാടൽ, അല്ലെങ്കിൽ എന്താണ്, കുരുവികളുടെ ചെർപ്പിംഗ് സൗണ്ട്, ചിലയ്ക്കുന്ന സൗണ്ട്. വിസിൽ ഓഫ് മൈനാസ്. മൈനയുടെ വിസിൽ വിളിക്കുന്ന സൗണ്ട്. സോങ് ഓഫ് കുക്കൂസ്. കുയിൽ പാടുന്ന സൗണ്ട്. ദ ഹോൾ വില്ലേജ് വാസ് ഫിൽഡ് വിത്ത് ദ സൗണ്ട്സ് ഓഫ് ബേർഡ്സ്. വില്ലേജ് മുഴുവൻ പക്ഷികളുടെ സൗണ്ട് കൊണ്ട് നിറഞ്ഞു. ബേർഡ്സ് ഓഫ് ഓൾ സൈസസ് ആൻഡ് കളേഴ്സ് ഫ്ലൂ അറൗണ്ട്. എല്ലാ സൈസിലും ചെറിയ പക്ഷികളും വലിയ പക്ഷികളും ഒക്കെ ഉണ്ട്. പിന്നെ പല തരത്തിലുള്ള കളേഴ്സിലുള്ള പക്ഷികളൊക്കെ അവിടെ ഇങ്ങനെ പറന്ന് നടന്നു. ഓക്കെ. ഫ്ലൂ അറൗണ്ട് എന്ന് പറഞ്ഞാൽ പറന്ന് നടന്നു. ദ ട്രീസ് ഷവേർഡ് കളർഫുൾ ഫ്ലവേഴ്സ്. മരങ്ങൾ മുഴുവൻ കളർഫുൾ പൂക്കൾ, നല്ല നിറങ്ങളുള്ള പൂക്കളുണ്ട് അല്ലേ, അതൊക്കെ അവരിങ്ങനെ കുറേശ്ശായിട്ട് ഷവർ ചെയ്യാം, ഇങ്ങനെ പൂക്കളിങ്ങനെ വീഴാൻ തുടങ്ങി. ഓക്കെ. ദ വില്ലേജ് ലുക്ക് ലൈക്ക് എ പെയിൻറ്റഡ് പിക്ചർ. വില്ലേജ് മുഴുവൻ അങ്ങനെ ഒരു പെയിൻറ്റ് ചെയ്ത പിക്ചർ പോലെ നിറച്ചു കളർഫുള്ളായിട്ട് കുറേ പക്ഷികളും പൂക്കളും മരങ്ങളും ഒക്കെ ആയിട്ട് പെയിൻറ്റ് ചെയ്ത ഒരു പിക്ചർ പോലെ വില്ലേജ് തോന്നി. അത്രയും ബ്യൂട്ടിഫുള്ളായി തോന്നി എന്നാണ് പറയുന്നത്. ഓക്കെ. 2 ക്വസ്റ്റ്യൻസ് അവിടെ തന്നിട്ടുണ്ട്. ഒന്ന്, ഹൗ ഡസ് ദ വില്ലേജ് ലുക്ക് ഡ്യൂറിങ് ദ ഫെസ്റ്റിവൽ. എങ്ങനെയാണ് വില്ലേജ് തോന്നിയത് ഡ്യൂറിങ് ദ ഫെസ്റ്റിവൽ? എങ്ങനെയാണ്? ദ വില്ലേജ് ലുക്ക്ഡ് ലൈക്ക് എ പെയിൻറ്റഡ് പിക്ചർ. അടുത്തതോ, വാട്ട് വിൽ ദ ബേർഡ്സ് ഡൂ ദർ. അവിടെ ബേർഡ്സ് എന്താണ് ചെയ്തത്? ദ ബേർഡ്സ് വിൽ ചിർപ്പ്, സിങ് ആൻഡ് ഫ്ലൈ അറൗണ്ട് ദ വില്ലേജ് അല്ലേ. അതിലേക്കൂടിയൊക്കെ എന്താണ് ചിലച്ചുകൊണ്ട് അല്ലേ, അല്ലെങ്കിൽ ഓക്സിജൻ ഉണ്ടാക്കിക്കൊണ്ടും പാട്ട് പാടിക്കൊണ്ടും ഒക്കെ അതിലേക്കൂടി പറന്ന് നടന്നു. ആ വില്ലേജ് മുഴുവൻ പറന്ന് നടന്നു പക്ഷികൾ. ഓക്കെ. ബേർഡ്സ് എൻജോയ്ഡ് ദ ട്രീറ്റ് ഓഫ് ദ വില്ലേജസ്. എന്താണ്? പക്ഷികൾ വില്ലേജേഴ്സിൻ്റെ ട്രീറ്റൊക്കെ ഭയങ്കര ഇഷ്ടമായി പക്ഷികൾക്ക്. ഓക്കെ. ദേ ബിൽറ്റ് നെസ്റ്റ്സ് ആൻഡ് ലെയ്ഡ് എഗ്സ് ഇൻ ദം. അവരെന്ത് ചെയ്തു? ദേ ബിൽറ്റ് നെസ്റ്റ്സ്. ഓക്കെ. നെസ്റ്റ് ഉണ്ടാക്കി, കൂടുകൾ കെട്ടിയിട്ട് അതിൻ്റെ അകത്ത് മുട്ടയിട്ടു. ലെയ്ഡ് എഗ്സ് എന്ന് പറഞ്ഞാൽ മുട്ടയിട്ടു അതിൻ്റെ അകത്ത്. ഓക്കെ. വീക്സ് പാസ്ഡ്. ആഴ്ചകൾ കഴിഞ്ഞു. ദ എഗ്സ് ഹാച്ച്ഡ്. മുട്ടകളൊക്കെ വിരിഞ്ഞു അല്ലേ, അടയിരുന്ന മുട്ടകൾ വിരിഞ്ഞു. അറ്റ് ദ എൻഡ് ഓഫ് സമ്മറിൻ്റെ അവസാനമായപ്പോൾ ദ ബേർഡ്സ് ഫ്ലൂ ബാക്ക് വിത്ത് ദെയർ ചിക്സ്. എന്ത് ചെയ്തു? ഫ്ലൂ ബാക്ക്. പക്ഷികളൊക്കെ പറന്നുപോയി. അവരുടെ കുട്ടികളെയും പക്ഷിക്കുട്ടികളെയും കൂട്ടിയിട്ട് ആ പക്ഷികളൊക്കെ പറന്നുപോയി. ലവ്ലി ഫെദേഴ്സ് ലേ സ്പ്രെഡ് അറൗണ്ട് ദ ട്രീസ്. ആ പക്ഷികളുടെ മനോഹരമായിട്ടുള്ള ലവ്ലി അല്ലേ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അവരുടെ ഫെദേഴ്സ്, ചിറകുകൾ അവിടെ നിലത്തൊക്കെ മരത്തിൻ്റെ ചുറ്റിലുമായിട്ട് ഇങ്ങനെ വീണ് കിടന്നു, സ്പ്രെഡ് ചെയ്ത് കിടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. മനസ്സിലായില്ലേ? എൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കിയേ. വിൽ ദ ചിൽഡ്രൻ കളക്ട് ഫെദേഴ്സ്. കുട്ടികൾ ആ ഫെദേഴ്സ് ചിറകുകളൊക്കെ കളക്ട് ചെയ്ത് വെക്കുമായിരിക്കും, ശേഖരിച്ച് വെക്കുമായിരിക്കും. വാട്ട് വിൽ യു ഡു ഇഫ് യു ഗെറ്റ് സം ഫെദേഴ്സ്. നിങ്ങൾ എന്താ ചെയ്യുക? കുറേ ഫെദേഴ്സ് കിട്ടിയാൽ നിങ്ങൾ എന്താ ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ. എന്താ ചെയ്യുക നിങ്ങൾ? കുട്ടികൾ കളക്ട് ചെയ്ത് വെക്കുമായിരിക്കും അല്ലേ. യെസ്. എല്ലാവർക്കും ഇഷ്ടമല്ലേ കളർഫുൾ ഫെദേഴ്സൊക്കെ കിട്ടി കളക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്? ഫെദർ കളക്ഷനൊക്കെ ഉണ്ടാവില്ലേ അല്ലേ. നിങ്ങളുടെ സ്റ്റാമ്പ് കളക്ഷൻ, ഫെദർ കളക്ഷൻ, കോയിൻ കളക്ഷനൊക്കെ എല്ലാവർക്കും ഉണ്ടാവും അല്ലേ. അപ്പോൾ അതുപോലെ എല്ലാവരും ചെയ്യും. നിങ്ങൾക്കും കിട്ടിയാൽ നിങ്ങളും കളക്ട് ചെയ്ത് വെക്കും ഇല്ലേ. യെസ്. ഓക്കെ. എന്നിട്ട് നോക്കൂ. ഓൾ ദ ബേർഡ്സ് ലെഫ്റ്റ് ദ വില്ലേജ്. പക്ഷികളൊക്കെ ആ വില്ലേജ് വിട്ട് പോയി. ദ വില്ലേജ് ബിക്കെയിം സൈലൻ്റ് അഗെയിൻ. വീണ്ടും ആ വില്ലേജ് ഭയങ്കര നിശബ്ദമായി അല്ലേ, സൈലൻ്റായി. ചിൽഡ്രൻ സ്റ്റാർട്ടഡ് ടു കളക്ട് ദ ഫോളൻ ഫെദേഴ്സ്. കുട്ടികൾ ആ വീണ് കിടക്കുന്ന പക്ഷികളുടെ ചിറകുകൾ, ഫെദേഴ്സൊക്കെ, തൂവലുകളൊക്കെ പെറുക്കിയെടുക്കാൻ തുടങ്ങി. വിൽ ട്വിങ്കിൾ ആൻഡ് ഡിംപിൾ കളക്ട് ഫെദേഴ്സ്. ട്വിങ്കിളും ഡിംപിളും ഫെദേഴ്സ് കളക്ട് ചെയ്യുമായിരിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ചെയ്യുമായിരിക്കും അല്ലേ, കുട്ടികൾക്കെല്ലാം ഫെദേഴ്സ് ഇഷ്ടമല്ലേ, സോ അവരും ചെയ്യുമായിരിക്കും. നമുക്ക് നോക്കാം. ഓക്കെ. ട്വിങ്കിൾ ആൻഡ് ഡിംപിൾ വെർ കളക്ടിങ് ഫെദേഴ്സ്. ട്വിങ്കിളും ഡിംപിളും ഫെദേഴ്സ് കളക്ട് ചെയ്യലായിരുന്നു. ഹേ ട്വിങ്കിൾ, ലുക്ക്, കം ആൻഡ് സീ ദിസ്. അപ്പോൾ ഡിംപിൾ വിളിക്കലാണ്. ഹേ ട്വിങ്കിളെ ഇങ്ങ് വാ, ലുക്ക്, നോക്ക്, കം ആൻഡ് സീ ദിസ്, ഇവിടെ വന്ന് നോക്കി, ഇത് നോക്കി, എന്താ നോക്കി എന്ന് പറയലാണ് ഡിംപിൾ. ഓക്കെ. ഡിംപിൾ പോയിൻറ്റഡ് ടു എ ഹീപ്പ് ഓഫ് ഡ്രൈ ലീവ്സ്. ഹീപ്പ് എന്ന് പറഞ്ഞാൽ കൂമ്പാരം, കുറേ ഉണങ്ങിയ ഇലകൾ ഇങ്ങനെ കൂടി കിടക്കുന്നതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡിംപിൾ ട്വിങ്കിളിനോട് പറഞ്ഞു, വാ ഇവിടെ വാ, നോക്കി, ഇവിടെ ഒരു സംഭവം ഉണ്ട്, വാ എന്ന് പറഞ്ഞ് വിളിച്ചു. ദേ സാറ്റ് ഡൗൺ ടു ഹാവ് എ ക്ലോസർ ലുക്ക്. അവരവിടെ ഇരുന്നിട്ട് അതെന്താണെന്ന് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി. ക്ലോസർ ലുക്ക് അല്ലേ, അടുത്ത് പോയി സൂക്ഷിച്ച് നോക്കി. ദെയർ ഐസ് വൈഡൻഡ്. അവരുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ വികസിച്ച് വിടർന്ന് വന്നു. അപ്പോൾ എന്തോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തോ ഒരു സംഭവം അതിൻ്റെ ഉള്ളിലുണ്ട് അല്ലേ. എന്താ നമുക്ക് നോക്കാം അല്ലേ. യെസ്. അവിടെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഡിഡ് ദേ സീ ദെയർ. അവരെന്താണ് അവിടെ കണ്ടത്? നമുക്കത് അറിയില്ല അല്ലേ. നമുക്ക് നോക്കാം എന്താ കണ്ടതെന്ന്. ഓക്കെ.
ആ നോക്ക് എന്താ കിട്ടിയത് അവർക്ക്? എ ഗോൾഡൻ എഗ്, ഒരു സ്വർണ്ണ മുട്ടയാണ് കിട്ടിയത് അല്ലേ? എ ഗോൾഡൻ എഗ്. ദേ ഹാഡ് നെവർ സീൻ സച്ച് ആൻ എഗ് ബിഫോർ. മുമ്പ് ഒരിക്കലും അതുപോലെയുള്ള മുട്ട കണ്ടിരുന്നില്ല. ഓക്കെ, ദേ ഹാഡ് നെവർ സീൻ, അവരൊരിക്കലും കണ്ടിരുന്നില്ല. സച്ച് ആൻ എഗ് ബിഫോർ, അതുപോലെയുള്ള മുട്ട ഇതുവരെ അവർ കണ്ടിരുന്നില്ല. ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ ടുക്ക് ദ ഗോൾഡൻ എഗ് ടു ദെയർ ഹെൻ ഹൗസ്. ഡിംപിളും ട്വിങ്കിളും എന്ത് ചെയ്തു? അവരുടെ കോഴിക്കൂട്ടിലേക്ക്, അവർക്ക് കോഴിയുണ്ട് അല്ലേ, കോഴിക്കൂട്ടിലേക്ക് ആ മുട്ട എടുത്ത് കൊണ്ടുപോയി. ദ ഹെൻ വാസ് ബ്രൂഡിങ് ഓവർ ഇറ്റ്സ് എഗ്സ്. ദ ഹെൻ വാസ് ബ്രൂഡിങ് ഓവർ. എന്താ ബ്രൂഡിങ് ഓവർ എന്ന് പറഞ്ഞാൽ? അടയിരിക്കുക കേട്ടോ. പക്ഷികളൊക്കെ എങ്ങനെയാണ് മുട്ട വിരിയിക്കുക മക്കളെ? മുട്ടയിട്ടതിന് ശേഷം അതിൻ്റെ മേലെ ഇരുന്നിട്ട് ആ കോഴിയമ്മയുടെ ചൂട് കൊണ്ടാണ് മുട്ട വിരിയുക കേട്ടോ. അങ്ങനെ അതിന് മേലെ ഇരുന്ന് വിരിയിക്കുന്നതിനെയാണ് ബ്രൂഡിങ് ഓവർ എന്ന് പറയുക, അടയിരിക്കുക എന്ന് പറയുക കേട്ടോ. അപ്പോൾ ആ കോഴിയമ്മ അതിൻ്റെ മുട്ടയുടെ മേലെ ഇരുന്നിട്ട് അതിനെ വിരിയിക്കാൻ വേണ്ടിയിട്ട് അടയിരിക്കലായിരുന്നു. ട്വിങ്കിൾ കെപ്റ്റ് ദ ഗോൾഡൻ എഗ് നിയർ ദ ഹെൻ കെയർഫുള്ളി. ട്വിങ്കിൾ എന്ത് ചെയ്തു? ആ മുട്ട എടുത്തിട്ട് പതുക്കെ ആ കോഴിയമ്മയുടെ അടുത്ത് കൊണ്ട് വെച്ചു, ശ്രദ്ധയോടുകൂടി വെച്ചു അല്ലേ. പ്ലീസ് ടേക്ക് കെയർ ഓഫ് ദിസ് എഗ് ടു സെറ്റ് ഡിംപിൾ. അപ്പോൾ ഡിംപിൾ എന്താ പറഞ്ഞത്? ഈ മുട്ടയും കൂടി ദയവേത് ശ്രദ്ധിക്കണേ എന്ന് കോഴിയോട് പറഞ്ഞു. ഓക്കെ, ക്ലക്ക് ക്ലക്ക് ദ ഹെൻ ക്ലക്ട് ആൻഡ് ഡ്രൂ ദ എഗ് ക്ലോസ് ടു ഇറ്റ്. എന്താ പറയുന്നത്? ക്ലക്ക് ക്ലക്ക് എന്ന് വെച്ചാൽ കോഴികൾ ഉണ്ടാക്കുന്ന ക്ലക്ക് ക്ലക്ക് അങ്ങനെ സൗണ്ട് ആക്കില്ലേ? ആ സൗണ്ടാണ് കേട്ടോ. ആ സൗണ്ടാണ് ക്ലക്ഡ് എന്ന് പറഞ്ഞാൽ ആ സൗണ്ടാണ്. ഓക്കെ, ഇപ്പോൾ കോഴികൾ ഉണ്ടാക്കുന്ന സൗണ്ടാണ്. എന്നിട്ട് എന്താണ്? പിടക്കോഴികൾ ഉണ്ടാക്കുന്ന സൗണ്ടാണത് അല്ലേ? പൂവൻകോഴി എങ്ങനെ ഉണ്ടാക്കുക? കൊക്കരേക്കോ എന്നല്ലേ? പൂവൻകോഴികൾ ഇങ്ങനെ ഉണ്ടാക്കുക സൗണ്ട്. ആ സൗണ്ട് അങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് ആ മുട്ടയെ പതുക്കെ അതിൻ്റെ അടുത്തേക്ക് ചേർത്ത് വെച്ചു കേട്ടോ. യെസ്. ഇനി എന്താ ക്വസ്റ്റ്യൻ? വിൽ ദ എഗ് ഹാച്ച്? ആ മുട്ട വിരിയായിരിക്കുമോ? വിൽ ദ എഗ് ഹാച്ച്? മുട്ട വിരിയായിരിക്കുമോ? നമുക്ക് നോക്കാം അല്ലേ, വിരിയായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാമല്ലോ, വിരിയോ നോക്കാമല്ലോ നമുക്ക്. ഓക്കെ, എന്നിട്ട് നോക്ക്. എവ്രി ഡേ ദ ചിൽഡ്രൻ വിസിറ്റഡ് ദ ഹെൻ ഹൗസ്. എല്ലാ ദിവസവും അവർ ആ ഹെൻ ഹൗസ് കോഴിക്കൂട്ടിൻ്റെ അടുത്ത് പോയി നോക്കും. ഓക്കെ, എന്തിനാണ്? ദ വെയിറ്റഡ് ഫോർ ദ എഗ് ടു ഹാച്ച്. അവർ ആ ഗോൾഡൻ എഗ് വിരിഞ്ഞോ എന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ടല്ലേ അവർ അതിന് വെയിറ്റ് ചെയ്യലാണ്, അതൊന്നും വിരിഞ്ഞ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യലാണ്. ഓക്കെ, വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഗോൾഡൻ എഗ്? എന്താണ് ആ ഗോൾഡൻ എഗ് സംഭവിക്കുക? എന്തായിരിക്കും സംഭവിക്കുക? ഓക്കെ, നോക്കാമല്ലോ നമുക്ക്. ആഫ്റ്റർ സം വീക്സ്, കുറച്ച് ആഴ്ചകൾക്ക് ശേഷം, ദ ഗോൾഡൻ എഗ് ഹാച്ച്ഡ്. ആ സ്വർണ്ണ മുട്ട വിരിഞ്ഞു. എ ടൈനി ചിക്ക് കെയിം ഔട്ട്. ചെറിയൊരു കുട്ടി പക്ഷി പുറത്തു വന്നു. ഇറ്റ് ഹാഡ് ഷോർട്ട് വിങ്സ് ആൻഡ് എ യെല്ലോ ബീക്ക്. ആണ് ആ കുഞ്ഞി പക്ഷി പുറത്തു വന്നു അല്ലേ? യെസ്. അതിനോ ഷോർട്ട് വിങ്സ്, ചെറിയ ചിറകുകളുണ്ടായിരുന്നു, വളരെ ചെറിയ ചിറകുകളും ഒരു യെല്ലോ കളറുള്ള മഞ്ഞ കളറുള്ള ചെറിയ കൊക്കും ഉണ്ടായിരുന്നു. ഓക്കെ, ലുക്ക് ഹൗ ക്യൂട്ട് ഇറ്റ് ഈസ്. നോക്ക് എന്തൊരു ക്യൂട്ട്, എന്ത് ഭംഗിയാണ് ഇതിനെ കാണാൻ. ട്വിങ്കിൾ ഷൗട്ടഡ് ഇൻ ജോയ്. ട്വിങ്കിൾ സന്തോഷം കൊണ്ട് ഒച്ചത്തിൽ പറഞ്ഞു, നോക്ക് എന്തൊരു ഭംഗിയായി പക്ഷിനെ കാണാൻ എന്ന് പറഞ്ഞു. ഡിംപിൾ ടുക്ക് ഇറ്റ് ഇൻ ഹെർ ഹാൻഡ് ആൻഡ് ഹെൽഡ് ഇറ്റ് ക്ലോസ്. ഡിംപിൾ അതിനെ കയ്യിലെടുത്തിട്ട് ചേർത്ത് പിടിച്ചു. വി വിൽ കോൾ യു ഗോൾഡി സെറ്റ് ഡിംപിൾ. ഡിംപിൾ അതിനെ എടുത്ത് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ നിന്നെ ഗോൾഡി എന്ന് വിളിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, ഇനിയൊരു ക്വസ്റ്റ്യൻ ഉള്ളത് നോക്കി. വിൽ ദ ഹെൻ ലുക്ക് ആഫ്റ്റർ ഗോൾഡി ടു? ആ കോഴി ഗോൾഡിയെ കൂടി നോക്കുമായിരിക്കുമോ എന്ന് നോക്കാം അല്ലേ നമുക്ക്. എന്നിട്ട് നോക്ക്. ദ ഹെൻ ഫെഡ് ഗോൾഡി എലോങ് വിത്ത് ഇറ്റ് ചിക്സ്. കോഴി അതിൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ തന്നെ ഗോൾഡിക്കും ഫീഡ് ചെയ്തു അല്ലേ, ഭക്ഷണം കൊടുത്തു. ഓക്കെ, ഗോൾഡി ഫോളോഡ് ദ മദർ ഹെൻ വെറെവർ ഷി വെൻറ്റ്. അമ്മക്കോഴി എവിടെയൊക്കെയാണോ പോയത് അതിൻ്റെ പുറത്ത് തന്നെ ഗോൾഡിയും പോയി അല്ലേ. The hen taught Goldie to scratch the ground and peck at worms and flies. എങ്ങനെയാണ്? മണ്ണിലൊക്കെ ഇങ്ങനെ ചകഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയ വേംസിനെ, പുഴുക്കളെയൊക്കെ പിടിച്ച് തിന്നേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അമ്മക്കോഴി കുഞ്ഞു കോഴിക്കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുത്തു. അതിൻ്റെ കൂടെ ഗോൾഡിക്കും പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഹൗ ഡസ് ഗോൾഡി ഡിഫർ ഫ്രം അതർ ചിക്സ്? എങ്ങനെയാണ് മറ്റു കോഴിക്കുഞ്ഞുങ്ങളിൽ നിന്ന് ഗോൾഡി ഡിഫർ ആയത്? ഗോൾഡി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബേർഡാണ് അല്ലേ. ഗോൾഡൻ കളറാണ്, ചെറിയ ഷോർട്ട് വിങ്സ് ആണ്, യെല്ലോ കളർ ബീക്കാണ് അല്ലേ. മറ്റു കോഴിക്കുഞ്ഞുങ്ങൾ ഡിഫറെൻ്റ് ആണ്. നമുക്ക് നോക്കാം വേറെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ അത് കേട്ടോ. വൺ ഡേ ഗോൾഡി ആൻഡ് ദ ചിക്സ് വെൻ നിയർ ദ റിവർ. ഗോൾഡിയും ബാക്കിയുള്ള കോഴിക്കുഞ്ഞുങ്ങളും ഒരു റിവറിൻ്റെ സൈഡിൽ പോയി.
സഡൻലി ഗോൾഡി ജംപ്ഡ് ഇൻ ടു ദ വാട്ടർ ആൻഡ് സ്റ്റാർട്ടഡ് സ്വിമ്മിങ്. പെട്ടെന്ന് ഗോൾഡി എന്ത് ചെയ്തു? വെള്ളം കണ്ടപാട് ആ വെള്ളത്തിലേക്ക്, പുഴയിലേക്ക്, റിവറിലേക്ക് എടുത്ത് ചാടിയിട്ട് സ്വിം ചെയ്യാൻ, നീന്താൻ തുടങ്ങി. ക്ലക്ക് ക്ലക്ക് ദ ഹെൻ ക്ലക്ക്ഡ് ഇൻ വണ്ടർ. കോഴി നമുക്കത് കണ്ടപ്പോഴത്തേക്കും വണ്ടർ, അത്ഭുതമായി അല്ലേ. ഈ കുട്ടിക്കല്ലേ ഗോൾഡിക്ക് നീന്താൻ അറിയോ എന്നോർത്ത് കോഴി അമ്മക്ക് സന്തോഷമായി, വണ്ടറായി, അത്ഭുതമായി. ഓക്കെ, അതാണ് ഡിഫറൻസ് അല്ലേ. ആ കോഴിയമ്മയും മറ്റു കോഴിക്കുഞ്ഞുങ്ങളും ഗോൾഡിയും തമ്മിലുള്ള ഡിഫറൻസ് അതാണ് അല്ലേ. ഗോൾഡിക്ക് നീന്താൻ അറിയാം. ഓക്കെ, ഹൗ ഡിഡ് ഗോൾഡി ലേൺ ടു സ്വിം? എങ്ങനെയാണ് ഗോൾഡി സ്വിം ചെയ്യാൻ പഠിച്ചത്? എങ്ങനെയായിരിക്കും? മേ ബി അതിൻ്റെ അമ്മയ്ക്കും അച്ഛനും സ്വിം ചെയ്യാൻ അറിയായിരിക്കും അല്ലേ. അമ്മ ബേർഡിന് സ്വിം ചെയ്യാൻ അറിയായിരിക്കും. അങ്ങനെയായിരിക്കും ഗോൾഡി സ്വിം ചെയ്യാൻ പഠിച്ചത് അല്ലേ. ഓക്കെ, എന്നിട്ട് നോക്കൂ. ദ റിവർ ഇൻ ഹരിതഗിരി വാസ് ഡേർട്ടി. ഹരിതഗിരിയിലുള്ള ആ റിവർ, ആ പുഴ ഭയങ്കര ഡേർട്ടി ആയിരുന്നു, അഴുക്കായിരുന്നു കേട്ടോ. ദ വാട്ടർ വാസ് ഓൾമോസ്റ്റ് ബ്ലാക്ക് ഇൻ കളർ. ആ വെള്ളം എല്ലാം ശരിക്കും ഒരു കറുത്ത കളറായിട്ടുണ്ടായിരുന്നു, അഴുക്കായിട്ട്. പ്ലാസ്റ്റിക് ബോട്ടിലുകളും മരത്തിൻ്റെ കഷ്ണങ്ങൾ, വുഡ് പീസസും ക്യാരി ബാഗുകളും ഒക്കെ, നമ്മൾ എന്തെങ്കിലും സാധനമൊക്കെ മേടിച്ചു കൊണ്ടുവന്ന പ്ലാസ്റ്റിക് സഞ്ചികളില്ലേ, ക്യാരി ബാഗ്സും, പിന്നെ പലതരത്തിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസും കവേർഡ് ദ വാട്ടർ. ആ വെള്ളത്തിനിങ്ങനെ നിറഞ്ഞ്, അതൊക്കെ കൊണ്ട് ആ വെള്ളം ഇങ്ങനെ മുഴുവൻ അഴുക്കായി കിടക്കലായിരുന്നു. നോബഡി ഇൻ ദ വില്ലേജ് കെയർഡ് അബൌട്ട് ദ റിവർ. ആ വില്ലേജിലുള്ള ഒരാൾ പോലും ആ പുഴയെ ശ്രദ്ധിച്ചിരുന്നില്ല. ഓക്കെ, വാട്ട് വിൽ ദ ചിൽഡ്രൻ ഡു വെൻ ഗോൾഡി സ്വിംസ് ഇൻ ദ വാട്ടർ? ഗോൾഡി വെള്ളത്തിൽ സ്വിം ചെയ്യുമ്പോൾ കുട്ടികൾ എന്താ ചെയ്യുക? അവരവിടെ നോക്കി നിൽക്കലാണ് അല്ലേ. നമുക്ക് നോക്കാം എന്താ ചെയ്യാമെന്ന്. ഓക്കെ, ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ വെർ വാച്ചിങ് ഗോൾഡി സ്വിമ്മിങ്. എന്താണ് ചെയ്യുന്നത്? ഡിംപിളും ട്വിങ്കിളും അവിടെ നിന്നിട്ട് ഗോൾഡി സ്വിം ചെയ്ത് നോക്കി നിൽക്കലാണ്. ലുക്ക് ഗോൾഡി സ്വിംസ്, ലുക്ക് ഗോൾഡി സ്വിംസ് വെൽ സെറ്റ് ട്വിങ്കിൾ. നോക്ക്, ലുക്ക് ഗോൾഡി സ്വിംസ് വെൽ. ഗോൾഡി നല്ലോണം നീന്തുന്നുണ്ടല്ലോ, സെറ്റ് ട്വിങ്കിൾ. ട്വിങ്കിൾ പറഞ്ഞു. ഓക്കെ, ഗോൾഡി നല്ലോണം നീന്തുന്നുണ്ടല്ലോ എന്ന് ട്വിങ്കിൾ പറഞ്ഞു. ഗോൾഡി കം ബാക്ക്, ദ വാട്ടർ ഈസ് ടു ഡേർട്ടി കോൾഡ് ഔട്ട് ഡിംപിൾ. അപ്പോൾ ഡിംപിൾ വിളിച്ചു പറയലാണ്, ഗോൾഡി ഇങ്ങ് പോരെ, ആ വെള്ളം ഭയങ്കര ഡേർട്ടിയാണ്, നീ ഇങ്ങ് പോരെ, അവിടെ നീന്തണ്ട, മതി, ഇങ്ങ് പോരെ എന്ന് ഡിംപിൾ പറഞ്ഞു. ഓക്കെ, ഹൗ ക്യാൻ വി കീപ്പ് അവർ റിവേഴ്സ് ക്ലീൻ? നിങ്ങളോട് ചോദിക്കലാണ്, എങ്ങനെയാണ് നമുക്ക് നമ്മുടെ പുഴകളൊക്കെ ക്ലീൻ ആക്കി വെക്കാൻ പറ്റുക എന്നുള്ളത് നമ്മളോട് ചോദിക്കലാണ്. എങ്ങനെയാണ് ചെയ്യാൻ പറ്റുമോ മക്കളെ? നിങ്ങൾ പറഞ്ഞു നോക്കിയേ. എങ്ങനെയാണ്? വി ക്യാൻ കീപ്പ് അവർ റിവേഴ്സ് ക്ലീൻ ബൈ നോട്ട് ത്രോയിങ് വേസ്റ്റ് മെറ്റീരിയൽസ് ഇൻ ടു ദ റിവർ അല്ലേ. നോട്ട് ത്രോയിങ് പ്ലാസ്റ്റിക് ബാഗ്സ് ഓർ വേസ്റ്റ് മെറ്റീരിയൽസ് ഇൻ ടു ദ റിവർ. ഓക്കെ, വൺ ഡേ ഗ്രാൻഡ് പാ വിസിറ്റഡ് ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ. ഒരു ദിവസം ഡിംപിളിൻ്റെയും ട്വിങ്കിളിൻ്റെയും ഗ്രാൻഡ് ഫാദർ അവരെ കാണാൻ വന്നു. ഓക്കെ, മുത്തച്ഛൻ അവരെ കാണാൻ വന്നു. ഹീ സോ ഗോൾഡി. അദ്ദേഹം ഗോൾഡിയെ കണ്ടു. വേർ ഡിഡ് യു ഗെറ്റ് ദിസ് ചിക്ക് ഫ്രം? നിങ്ങൾക്ക് എവിടെ നിന്നാണ് മക്കളെ ഈ കുഞ്ഞിക്കുട്ടിയെ അല്ലെങ്കിൽ കിളിക്കുട്ടിയെ, പക്ഷിക്കുട്ടിയെ കിട്ടിയത് എന്ന് ഗ്രാൻഡ് ഫാദർ ചോദിച്ചു. ഗ്രാൻഡ് ഫാദർ ആസ്ക്ഡ് ഇൻ വണ്ടർ. അത്ഭുതത്തോടു കൂടി ഗ്രാൻഡ് ഫാദർ ചോദിച്ചു, മുത്തച്ഛൻ അല്ലെങ്കിൽ അച്ചാച്ചൻ ചോദിച്ചു. ദ ചിൽഡ്രൻ ടോൾഡ് ഹിം ദ ഹോൾ സ്റ്റോറി. കുട്ടികൾ അദ്ദേഹത്തോട്, അച്ചാച്ചനോട് അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറോട് മുഴുവൻ സ്റ്റോറിയും പറഞ്ഞു. എങ്ങനെയാണ് കിട്ടിയത്, മുട്ട കിട്ടിയതും ഹെന്നിൻ്റെ അടുത്ത് വെച്ചതിനെ ഹാച്ച് ചെയ്തതൊക്കെ പറഞ്ഞു. ദിസ് ഈസ് ദ ചിക്ക് ഓഫ് എ റെയിൻബോ ബേർഡ്, ഗ്രാൻഡ് പാ സെഡ്. ഇത് റെയിൻബോ ബേർഡിൻ്റെ ചിക്കാണ്, കുട്ടിയാണ് എന്ന് ഗ്രാൻഡ് ഫാദർ പറഞ്ഞു. ഓക്കെ, ദിസ് ഈസ് ദ ചിക്ക്, കുട്ടിയാണ്. ഏതിൻ്റെ? ഓഫ് എ റെയിൻബോ ബേർഡ്, റെയിൻബോ ബേർഡിൻ്റെ കുട്ടിയാണ് ഇത് എന്ന് ഗ്രാൻഡ് ഫാദർ പറഞ്ഞു. റെയിൻബോ ബേർഡ്, ദ ചിൽഡ്രൻ എക്സ്ക്ലെയിംഡ്. റെയിൻബോ ബേർഡോ? അതെന്ത് ബേർഡ്? അതല്ലേ റെയിൻബോ ബേർഡ്. മഴവില്ല് പോലത്തെ പക്ഷി അല്ലേ, അങ്ങനെ ഒരു പക്ഷി ഉണ്ടോ എന്ന് കുട്ടികൾ അത്ഭുതത്തോടെ, എക്സ്ക്ലെയിംഡ്, ആശ്ചര്യത്തോടു കൂടി ചോദിച്ചു. യെസ്, വെൻ ഐ വാസ് യങ് ഹൺഡ്രഡ്സ് ഓഫ് റെയിൻബോ ബേർഡ്സ് യൂസ് ടു കം ഹിയർ. എന്താണ് മുത്തച്ഛൻ പറയുന്നത്? ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത്, വെൻ ഐ വാസ് യങ്, ഞാൻ യങ് ആയിരുന്ന അല്ലെങ്കിൽ എൻ്റെ ചെറുപ്പകാലത്ത്, ഹൺഡ്രഡ്സ്, നൂറുകണക്കിന് റെയിൻബോ ബേർഡ്സ്, മഴവില്ല് പോലെയുള്ള പക്ഷികൾ ഇവിടെ വരാറുണ്ടായിരുന്നു. ബേർഡ്സ് യൂസ് ടു കം ഹിയർ. അങ്ങനെ നൂറുകണക്കിന് പക്ഷികൾ, റെയിൻബോ ബേർഡ്സ് ഇവിടെ വരാറുണ്ടായിരുന്നു എന്ന് മുത്തച്ഛൻ പറഞ്ഞു. ഓക്കെ, ഇനി എന്താണ് ക്വസ്റ്റ്യൻ നോക്കി. വൈ ഡോണ്ട് ദ റെയിൻബോ ബേർഡ്സ് കം നൗ? എന്തുകൊണ്ടാണ് റെയിൻബോ ബേർഡ്സ് ഇപ്പോൾ വരാത്തത്? എന്തുകൊണ്ടാണ്? The rainbow birds do not come to the village now because the rivers are dirty. അല്ലേ, പുഴകളൊക്കെ ഡേർട്ടി ആയതുകൊണ്ടാണ് ഇപ്പോൾ റെയിൻബോ ബേർഡ്സ് അങ്ങോട്ടേക്ക് വരാത്തത് അല്ലേ. നോക്കാമല്ലോ, അതുകൊണ്ടായിരിക്കും അതല്ലേ. നോക്കാം നമുക്ക്. ഓക്കെ, എന്നിട്ട് നോക്കി. ഗ്രാൻഡ് ഫാദർ ആൻഡ് ദ ചിൽഡ്രൻ വാക്ക് ടു ദ റിവർ. ഗ്രാൻഡ് ഫാദറും കുട്ടികളും പുഴയുടെ അടുത്തേക്ക് നടന്നു. The river was dirty and the water was polluted.
എന്താണ് ആ പുഴ ഭയങ്കര അഴുക്കുള്ളതും വെള്ളമൊക്കെ ഭയങ്കര എന്താണ് കലങ്ങി മറിഞ്ഞ് അശുദ്ധി എന്താണ് വൃത്തിയില്ലാണ്ട് കിടക്കലായിരുന്നു അല്ലേ, പൊല്യൂഷനായിരുന്നു മുഴുവൻ, ഓക്കെ, അഴുക്കായിരുന്നു. വാട്ട് വിൽ ദ ഗ്രാൻഡ് ഫാദർ ടെൽ ദം അബൌട്ട് ദ റെയിൻബോ ബേർഡ്സ്? മുത്തച്ഛൻ എന്തൊക്കെയായിരിക്കും കുട്ടികളോട് റെയിൻബോ ബേർഡ്സിനെ കുറിച്ച് പറയുക? നമുക്കറിയില്ല, നമുക്ക് നോക്കാം കേട്ടോ. യെസ്, നോക്കിയേ എന്താ മുത്തച്ഛൻ പറയുന്നത്? ഇൻ മൈ ചൈൽഡ്ഹുഡ്, എൻ്റെ കുട്ടിക്കാലത്ത്, എൻ്റെ കുട്ടിക്കാലത്ത് ദ റിവർ വാസ് വെരി ക്ലീൻ ആൻഡ് ക്ലിയർ. ഈ പുഴയൊക്കെ നല്ല ക്ലീനും നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിരുന്നു ഈ പുഴയിൽ. പണ്ട് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ അങ്ങനെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. റെയിൻബോ ബേർഡ്സ് വുഡ് കം ഇൻ ഫ്ലോക്സ് ആൻഡ് സ്വിം ഇൻ ദ റിവർ. എന്താണ്, റെയിൻബോ ബേർഡ്സ് കൂട്ടമായിട്ട് വരുമായിരുന്നു, ഓക്കെ, ഫ്ലോക്സ്, ഒരു കൂട്ടമായിട്ട് വന്നിട്ട് ഈ പുഴയിൽ ഇങ്ങനെ നീന്തി കളിക്കുമായിരുന്നു. നൗ ദ റിവർ ഓഫ് ഹരിതഗിരി ഈസ് ഡേർട്ടി. ഇപ്പോൾ ഹരിതഗിരിയിലെ റിവർ മുഴുവൻ ഭയങ്കര ഡേർട്ടിയാണ്, അഴുക്കാണ്, ഓക്കെ, വൃത്തികേടാണ്. സോ ദേ സ്റ്റോപ്ഡ് വിസിറ്റിംഗ് അവർ വില്ലേജ്. അതുകൊണ്ടാണ് ആ റെയിൻബോ ബേർഡ്സ് ഇപ്പം നമ്മുടെ വില്ലേജിൽ വരാത്തത് എന്നാണ് മുത്തശ്ശൻ റെയിൻബോ ബേർഡ്സിനെ കുറിച്ച് കുട്ടികളോട് പറഞ്ഞു കൊടുത്തത്. ഓക്കെ, വിൽ ദ റെയിൻബോ ബേർഡ്സ് കം അഗെയിൻ? വീണ്ടും റെയിൻബോ ബേർഡ്സ് വരുമായിരിക്കുമോ? യെസ്, ദ റെയിൻബോ ബേർഡ്സ് വിൽ കം അഗെയിൻ വെൻ ഇഫ് ദ റിവർ ഇസ് നീറ്റ് ആൻഡ് ക്ലീൻ അഗെയിൻ, അല്ലേ, നീറ്റും ആ വെള്ളം വീണ്ടും നീറ്റും ക്ലീനൊക്കെ ആയാൽ വീണ്ടും റെയിൻബോ ബേർഡ്സ് വരുമായിരിക്കും. ഹൗ വിൽ ദേ ബ്രിങ് ബാക്ക് ദ റെയിൻബോ ബേർഡ്സ്? എങ്ങനെയാണ് അവർ വീണ്ടും ആ റെയിൻബോ ബേർഡ്സിനെ കൊണ്ടുവരിക? യെസ്, ദേ ക്യാൻ ബ്രിങ് ബാക്ക് ദ റെയിൻബോ ബേർഡ്സ് ബൈ ക്ലീനിങ് ദ വാട്ടർ, ക്ലീനിങ് ദ റിവർ. എന്നിട്ട് നോക്കൂ, ദ ന്യൂസ് അബൌട്ട് ദ റെയിൻബോ ബേർഡ് സ്പ്രെഡ് ഓൾ അറൗണ്ട്. എന്താണ്, ആ റെയിൻബോ ബേർഡിനെ കുറിച്ചുള്ള ന്യൂസ്, വാർത്ത എല്ലാവരുടെയും പരന്നു, എല്ലാവരും അറിഞ്ഞു, അല്ലേ, അങ്ങനെ ഒരു പക്ഷി ഉള്ള കാര്യം എല്ലാവരും അറിഞ്ഞു. പീപ്പിൾ കെയിം ടു സീ ദ ബേർഡ്. എന്താണ്, ആൾക്കാരൊക്കെ ഈ പക്ഷിയെ കാണാൻ വേണ്ടി വരാൻ തുടങ്ങി. ഓക്കെ, ലെറ്റ്സ് ക്ലീൻ ദ റിവർ. നമുക്ക് റിവർ ക്ലീൻ ചെയ്യാം. ദ റെയിൻബോ ബേർഡ്സ് വിൽ കം അഗെയിൻ സെഡ് ദ പീപ്പിൾ. നമുക്ക് ഈ റിവേഴ്സ് എല്ലാം ക്ലീൻ ചെയ്യാം, അങ്ങനെയാണെങ്കിൽ വീണ്ടും റെയിൻബോ ബേർഡ്സ് വരുമല്ലോ എന്ന് ആൾക്കാരൊക്കെ കൂടി പറഞ്ഞു. ഓക്കെ, യെസ്, നമുക്ക് നോക്കാമല്ലോ. എന്നിട്ട് വിൽ ദ വില്ലേജസ് ക്ലീൻ ദ റിവർ? ചെയ്യുമായിരിക്കുമോ? യെസ്, നമുക്ക് ആ ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, ദേ ആർ ക്ലീനിങ് ദ റിവർ, അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാമല്ലോ. പീപ്പിൾ സ്റ്റാർട്ടഡ് ക്ലീനിങ് ദ റിവർ. ഓക്കെ, നോക്ക്, ആൾക്കാർ, പീപ്പിൾ, ജനങ്ങൾ എന്താണ്, റിവർ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. ദേ പുൾഡ് ഔട്ട് ഓൾ ദ വീഡ്സ് ആൻഡ് പ്ലാസ്റ്റിക് ബോട്ടിൽസ്. അവരെന്ത് ചെയ്തു? അവിടെയുള്ള വീഡ്സ്, എന്താ വീഡ്സ് എന്ന് പറഞ്ഞാൽ കളകൾ കേട്ടോ, അതായത് പായലുകളും ആവശ്യമില്ലാത്ത ചെടികളും ഒക്കെ ഉണ്ടാവില്ലേ റിവറിൻ്റെ സൈഡിലുള്ള, അതൊക്കെ ക്ലീൻ ചെയ്തു, പറിച്ചു കളഞ്ഞു. ഓക്കെ, പുൾഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ വലിച്ച് പറിച്ചു കളഞ്ഞു. ഓക്കെ, പിന്നെ അതിൻ്റെ അകത്തുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകളൊക്കെ റിമൂവ് ചെയ്തു. ഓക്കെ, ദ റിമൂവ് ദ മഡ്, കുറേ ചെളിയൊക്കെ അടിഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ ക്ലീൻ ചെയ്തു, റിമൂവ് ചെയ്തു. ദ റിവർ ബിക്കെയിം ക്ലീൻ ആസ് ബിഫോർ. ആ പുഴ വീണ്ടും എന്തായി, പണ്ടത്തെ പോലെ ക്ലീനായി മാറി. ഓക്കെ, യെസ്, 2 ക്വസ്റ്റ്യൻസ് നോക്കി. ഹാവ് യു സീൻ പീപ്പിൾ ഡംപിങ് വേസ്റ്റ് ഇൻ പബ്ലിക് പ്ലേസസ്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആൾക്കാർ വേസ്റ്റ് പബ്ലിക് പ്ലേസിൽ, നമ്മുടെ കോമൺ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, റോഡിലും പബ്ലിക്കായിട്ട് സ്കൂളിൻ്റെ സൈഡിലൊക്കെ ആൾക്കാർ വേസ്റ്റ് ഇടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഹൗ ക്യാൻ വി സ്റ്റോപ്പ് ഇറ്റ്? നമുക്കത് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും? ഓക്കെ, നിങ്ങൾ ചിന്തിക്കുക, എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുക? വി ക്യാൻ ടെൽ ദം, അല്ലേ, ഡോണ്ട് ത്രോ എന്ന് നമുക്ക് പറയാം. അവിടെ നമുക്ക് ബോർഡൊക്കെ വെക്കാം, ചെയ്യരുത് എന്ന്. അവർ ചെയ്യുന്ന കണ്ടാൽ നമുക്ക് പറഞ്ഞിട്ട് അവർക്കൊരു ഫൈൻ കൊടുക്കാം. അവിടെ വേസ്റ്റ് ഇട്ടാൽ നിങ്ങൾക്ക് ഇത്ര രൂപ ഫൈനാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലേ. യെസ്, നിങ്ങൾ ചിന്തിക്കുക കേട്ടോ, വേറെ എന്തൊക്കെ മാർഗ്ഗമാണ് അങ്ങനെ വേസ്റ്റ് ഇടുന്നത് തടയാൻ പറ്റുക എന്നുള്ളതിന് ആലോചിക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെ എന്താണ്, ദ നെക്സ്റ്റ് ഫെസ്റ്റിവൽ സീസൺ കെയിം. അടുത്ത വർഷം അഗെയിൻ, അല്ലേ, ബേർഡ് ഫെസ്റ്റിവൽ വന്നു. ഓക്കെ, ഫെസ്റ്റിവൽ സീസൺ വന്നു. മെനി ടൈപ്സ് ഓഫ് ബേർഡ്സ് അറൈവ്ഡ്. പലതരത്തിലുള്ള പക്ഷികൾ ആ വില്ലേജിൽ എത്തി. ഡിംപിൾ ലുക്ക്ഡ് അറ്റ് ദ സ്കൈ. ഡിംപിൾ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി. എന്താ നോക്കിയത്? വിൽ ഗോൾഡീസ് മദർ കം ഷീ തോട്ട്. എന്താ ചിന്തിച്ചത്? ഗോൾഡീൻ്റെ അമ്മ വരുമായിരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് അവൾ ഇങ്ങനെ നോക്കാൻ തുടങ്ങി, അല്ലേ. പലതരത്തിലുള്ള പക്ഷികൾ അവിടെ വരുന്നുണ്ട്. സോ അതിൻ്റെ കൂട്ടത്തിൽ ഗോൾഡിയുടെ അമ്മയും ഉണ്ടാകുമോ എന്ന് ഓർത്തിട്ട് എന്താണ്, ഡിംപിൾ ഇങ്ങനെ ആകാശത്തിലേക്ക് നോക്കി, പക്ഷികളുടെ കൂട്ടത്തിലേക്ക് നോക്കി. ഓക്കെ, ഇനി നിങ്ങളോട് ചോദിക്കണം, ഡു യു തിങ്ക് ഗോൾഡീസ് മദർ വിൽ കം? വൈ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗോൾഡീൻ്റെ മദർ വരുന്നു? ഗോൾഡീൻ്റെ മദർ വരാൻ ചാൻസ് ഉണ്ട്, അല്ലേ. ബിക്കോസ് ഗോൾഡി അവിടെ ആ എഗ്ഗ് അവിടെ വീണ് പോയതല്ലേ, അവിടെ ഇട്ടിട്ട് പോയതൊക്കെ ഗോൾഡീൻ്റെ അമ്മയ്ക്ക് അറിയുമായിരിക്കുമല്ലോ, അല്ലേ. യെസ്, സോ മോസ്റ്റ്ലി ഗോൾഡീൻ്റെ അമ്മ വരുമായിരിക്കും. നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, എന്നിട്ട് സഡൻലി ട്വിങ്കിൾ ആൻഡ് ഡിംപിൾ സോ എ വണ്ടർഫുൾ സൈറ്റ്. എന്താണ്? സഡൻലി, പെട്ടെന്ന്
ട്വിങ്കിളും ഡിംപിളും ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള അത്ഭുതമുള്ള ഒരു കാഴ്ച കണ്ടു. അവരൊരു വണ്ടർഫുൾ സൈറ്റ് എന്ന് വെച്ചാൽ കാഴ്ച, വണ്ടർഫുൾ ആയിട്ടുള്ള അത്ഭുതമുള്ള ഒരു കാഴ്ച കണ്ടു. എന്താണ് ആ കാഴ്ച? ഹൺഡ്രഡ്സ് ഓഫ് റെയിൻബോ ബേർഡ്സ് ഇൻ ദ സ്കൈ. 100 കണക്കിന് റെയിൻബോ ബേർഡ്സ് ആകാശത്തിൽ നിറച്ചും അല്ലേ പറന്ന് വരുന്നത് അവർ കണ്ടു. ലുക്ക്, നോക്ക്, ദേ ആർ കമ്മിങ്, നോക്കൂ അവർ വരാൻ തുടങ്ങി എന്ന് പറഞ്ഞു. ദ റെയിൻബോ ബേർഡ്സ് അതാ വരുന്നു. ദ ചിൽഡ്രൻ ഷൗട്ടഡ് ഇൻ ജോയ്, കുട്ടികൾ സന്തോഷം കൊണ്ട് ഒച്ചത്തിൽ കൂക്കാൻ തുടങ്ങി. ഓക്കെ, ദ ബേർഡ്സ് ലാൻഡഡ് ഓൺ ദ ക്ലീൻ റിവർ ആൻഡ് സ്വാം ജോയ്ഫുള്ളി. എന്താണ് റെയിൻബോ ബേർഡ്സ് വന്നിട്ട് ആ വെള്ളത്തിലേക്ക് ലാൻഡ് ചെയ്തു, പറന്ന് ആ വെള്ളത്തിലിറങ്ങിയിട്ട് അവിടുന്ന് സന്തോഷത്തോടു കൂടി അതിൽ സ്വിം ചെയ്യാൻ തുടങ്ങി. ഓക്കെ, സ്വിമ്മിൻ്റെ പാസ്റ്റാണ് സ്വാം. ഓക്കെ, അവിടെ നീന്താൻ തുടങ്ങി. ഓക്കെ, ഇനി 2 ക്വസ്റ്റ്യൻസ് നോക്കിയേ. വിൽ ദർ ബി ഗോൾഡീസ് മദർ? ആ കൂടുതൽ ഗോൾഡിയുടെ അമ്മയും ഉണ്ടായിരിക്കുമോ? വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? ഇനി എന്തായിരിക്കും സംഭവിക്കുക? ഓക്കെ, നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. ഓക്കെ, എന്നിട്ട് നോക്കി. ദ റെയിൻബോ ബേർഡ്സ് എൻജോയ്ഡ് ദ ഡേയ്സ് ഇൻ ഹരിതഗിരി. ഓക്കെ, ആ റെയിൻബോ ബേർഡ്സ് ആ ഹരിതഗിരിയിലെ ദിവസങ്ങൾ അവർ വളരെ നല്ലോണം എൻജോയ് ചെയ്തു അല്ലേ? കാരണം നല്ല ക്ലീൻ വാട്ടർ കിട്ടി അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദ ലെയ്ഡ് എഗ്സ് ആൻഡ് ഹാച്ച്ഡ് ഔട്ട് മെനി റെയിൻബോ ബേർഡ്സ്. എന്ത് ചെയ്തു? അവർ അവിടെ മുട്ടയിട്ട് പുതിയ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി അവിടുന്ന് തന്നെ. ഓക്കെ, ദ ഫെസ്റ്റിവൽ എൻഡഡ്. അങ്ങനെ ആ ഫെസ്റ്റിവൽ, ആ ആഘോഷം, ആ ഒരു ഉത്സവം അവിടെ കഴിഞ്ഞു. ബേർഡ് ഫെസ്റ്റിവൽ അവിടെ എൻഡ് ചെയ്തു. ഓക്കെ, ഇനി എന്താണ്? വാട്ട് വിൽ ദ റെയിൻബോ ബേർഡ്സ് ഡു നൗ? എൻഡ് ചെയ്ത് എന്താ ചെയ്യുക? ദ റെയിൻബോ ബേർഡ്സ് വിൽ ഗോ ബാക്ക് അല്ലേ? യെസ്, നമുക്ക് നോക്കാം. ഓക്കെ, ദ സീസൺ എൻഡഡ്. അങ്ങനെ സീസൺ കഴിഞ്ഞു. ദ ബേർഡ്സ് സ്റ്റാർട്ടഡ് ടു ഫ്ലൈ ബാക്ക്. പക്ഷികൾ തിരിച്ച് പറക്കാൻ തുടങ്ങി. ഓൺ എ സണ്ണി ആഫ്റ്റർനൂൺ, നല്ല വെയിലുള്ള ഒരു ഉച്ചയ്ക്ക് ശേഷം, ഓക്കെ, നല്ല വെയിലൊക്കെയുള്ള ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം, ദ ഹോൾ ഫ്ലോക്ക് ഓഫ് ഗോൾഡൻ ബേർഡ്സ് ഫ്ലൂ അപ്പ് ടു ദ സ്കൈ. എന്താണ്? ഹോൾ ഫ്ലോക്ക് ഓഫ് ഗോൾഡൻ ബേർഡ്സ്. ആ ഫുൾ ഒരു കൂട്ടം, ഒരു പറ്റം പക്ഷി അല്ലേ? ഗോൾഡൻ ബേർഡ്സിൻ്റെ ഒരു പക്ഷിക്കൂട്ടങ്ങൾ എന്ത് ചെയ്തു? ആകാശത്തിലേക്ക് പറന്നു പോയി. ഓക്കെ, ഫ്ലൂ അപ്പ് ടു ദ സ്കൈ. അവരങ്ങനെ പറന്നു പോയി. ഓക്കെ, ഫ്ലൂ അപ്പ് ടു ദ സ്കൈ. എന്നിട്ട് ദെയർ ഫെദേഴ്സ് ഷോൺ ബ്രൈറ്റ് ഇൻ ദ സൺലൈറ്റ്. അവരുടെ എന്താണ്? ഫെദേഴ്സ്, ചിറകുകൾ നല്ല ഭംഗിയിലല്ലേ, ബ്രൈറ്റായിട്ട് നല്ല തിളങ്ങുന്നുണ്ടായിരുന്നു. സൺലൈറ്റ്, സൂര്യപ്രകാശം തട്ടുമ്പോൾ അവരുടെ ചിറകുകളൊക്കെ നല്ലോണം തിളങ്ങുന്നുണ്ടായിരുന്നു. ഓക്കെ, വാട്ട് വിൽ ഗോൾഡി ഡു നൗ? ഇനിയിപ്പോൾ എന്താണ് ഗോൾഡി ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം എന്താ ചെയ്യാന്ന്. ഓക്കെ, എന്നിട്ട് എന്താ സംഭവിക്കുന്നത് നോക്കൂ. ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ വാച്ച്ഡ് ദ ബേർഡ്സ് ഫ്ലൈയിങ് ഫാർ അവേ. ഡിംപിളും ട്വിങ്കിളും ഇങ്ങനെ നിന്നിട്ട് ആ ബേർഡ്സ് ഇങ്ങനെ ഫാർ അവേ, ദൂരത്തിലേക്ക് പറന്ന് പോകുന്ന നോക്കി നിന്നു. സഡൻലി, പെട്ടെന്ന്, വൺ ഓഫ് ദ ബേർഡ്സ്, ആ പക്ഷിയുടെ കൂട്ടത്തിൽ ഒരു പക്ഷി, ടുക്ക് എ ടേൺ ആൻഡ് ഫ്ലൂ ബാക്ക് ടു ദം. ഒരു പക്ഷി പറന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പക്ഷി പെട്ടെന്ന് തിരിച്ച് പറന്ന് അവരുടെ അടുത്തേക്ക് വന്നു. ഇറ്റ് ടച്ച്ഡ് ഗോൾഡി വിത്ത് ഇറ്റ്സ് വിങ്സ് ആൻഡ് ഫ്ലൂ അപ്പ്. അത് വന്നിട്ട് അതിൻ്റെ ചിറകുകൊണ്ട് ഗോൾഡീനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് എന്താണ്? ആകാശത്തിലേക്ക് പൊങ്ങി പറന്നു. ഓക്കെ, ഗോൾഡീസ് ഐസ് വൈഡൻഡ്. ഗോൾഡി സന്തോഷം കൊണ്ടിങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞു അല്ലേ? സന്തോഷം കൊണ്ടിങ്ങനെ കണ്ണ് വികസിച്ചു. കണ്ണിങ്ങനെ എന്താണ്? അത്ഭുതം കൊണ്ടിങ്ങനെ നോക്കി. ആരാണത്? ഗോൾഡിയുടെ അമ്മയാണ് അല്ലേ? യെസ്, ഗോൾഡിയുടെ അമ്മ വന്നിട്ട് ഗോൾഡിയെ കൂട്ടിക്കൊണ്ടുപോക്കാണ്. ഓക്കെ, വൈ ഡിഡ് ദ റെയിൻബോ ബേർഡ് കം ബാക്ക്? എന്തിനാണ് റെയിൻബോ ബേർഡ് തിരിച്ചു വന്നത്? ദ റെയിൻബോ ബേർഡ് കെയിം ബാക്ക് ടു എന്താണ്? ടേക്ക് ഇറ്റ്സ് ബേബി വിത്ത് ഹിയർ. ഓക്കെ, അതിൻ്റെ കൂടെ വിത്ത് ഇറ്റ് അല്ലേ? അതിൻ്റെ കൂടെ അതിൻ്റെ ബേബിയെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ദ റെയിൻബോ ബേർഡ് വന്നത്. ഓക്കെ, എന്നിട്ട് നോക്കൂ. സൂൺ, പെട്ടെന്ന്, ഗോൾഡി ഓൾസോ ഫ്ലാപ്ഡ് ഇറ്റ്സ് ലിറ്റിൽ വിങ്സ്. പെട്ടെന്ന് തന്നെ എന്താണ്? അമ്മ വന്നിങ്ങനെ ചേർത്ത് പിടിച്ച് കൂട്ടി പൊക്കിയെടുത്തപ്പോഴത്തേക്കും ഗോൾഡിയും അതിൻ്റെ ചിറക് വീശാൻ തുടങ്ങി. ഫ്ലാപ്ഡ് എന്ന് പറഞ്ഞാൽ ചിറകുകൾ വീശി. ഓക്കെ, ഫ്ലാപ്ഡ് ഇറ്റ്സ് ലിറ്റിൽ വിങ്സ് എന്ന് പറഞ്ഞാൽ ചിറകുകൾ വീശി. ഓക്കെ, ദ ബേർഡ്സ് ഫ്ലൂ അപ്പ് ആൻഡ് ഡിസപ്പിയർഡ് ഇൻ ദ സ്കൈ. പക്ഷികളെല്ലാം ആകാശത്തിലേക്ക് പറന്ന് അങ്ങ് അപ്രത്യക്ഷമായിട്ട് അങ്ങ് പോയി, പറന്ന് പൊങ്ങിപ്പോയി. ബൈ ഗോൾഡി, സീ യു ഇൻ ദ നെക്സ്റ്റ് ഫെസ്റ്റിവൽ. ദ ചിൽഡ്രൻ വേവ്ഡ് ദെയർ ഹാൻഡ്സ്. എന്താണ് ഗോൾഡിയോട് കുട്ടികൾ പറയുന്നത്? ഡിംപിൾ എന്താണ് പറയുന്നത്? ബൈ ഗോൾഡി, നമുക്ക് ഇനി അടുത്ത ഫെസ്റ്റിവൽ അല്ലേ, അടുത്ത ഉത്സവ സമയത്ത് നമുക്ക് കാണാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഗോൾഡിയോട് അവർ കൈ വീശി ടാറ്റ പറഞ്ഞു. ഓക്കെ, നല്ലൊരു സ്റ്റോറി അല്ലേ? യെസ്. ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ ആ സ്റ്റോറി അവിടെ കഴിഞ്ഞു. അതിന് ചെറിയൊരു ആക്ടിവിറ്റി നോക്കിയേ. റീഡ് ദ സെൻറ്റൻസസ് ഗിവൺ ബിലോ. ഓക്കെ, താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസുകൾ വായിക്കുക. റൈറ്റ് ദ ആൻസേഴ്സ് ഇൻ ദ ബോക്സസ് പ്രൊവൈഡഡ്. റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്ന ബോക്സിൽ നിങ്ങളുടെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദ ട്രീസ് ബെയർ ഫ്ലവേഴ്സ്. വില്ലേജേഴ്സ് വെയിറ്റ് ഫോർ ദ ബേർഡ്സ് ടു കം. എന്താണത്? എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഒരു സീസണിൽ
എന്താണ് ട്രീസ് മുഴുവൻ പൂക്കളുണ്ടാകും, വില്ലേജസ് എല്ലാം ബേർഡ്സ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ഏത് സീസണാണ് അത്? ഫെസ്റ്റിവൽ ഓഫ് ബേർഡ്സിൻ്റെ സീസൺ അല്ലേ? യെസ്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ വില്ലേജ്, എ റിവർ ഫ്ലോസ് ത്രൂ ഇറ്റ്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള വില്ലേജാണത്. ഒരു റിവർ ഇതിലേ കൂടി ഒഴുകുന്നുണ്ട്. ഏത് വില്ലേജിനെ കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പറയുന്നത്? ഹരിതഗിരി വില്ലേജ് അല്ലേ? യെസ്, ഹരിതഗിരി. ദേ ആർ ട്വിൻസ്, ദേ ഡെക്കറേറ്റ് ദെയർ ഹൗസ്. 2 കുട്ടികളെ കുറിച്ച് പറയുന്നില്ലേ ഇതിനകത്ത്? ട്വിൻസ് ആയിട്ട് 2 കുട്ടികളെ കുറിച്ച് പറയുന്നുണ്ട്. ആരൊക്കെയാണത്? ട്വിങ്കിളും ഡിംപിളും. ഓക്കെ. എ ചിക്ക് കെയിം ഔട്ട് ഓഫ് ദ ഗോൾഡൻ എഗ്. ആരാണ്? ഒരു കുഞ്ഞിക്കുട്ടി വന്നില്ലേ, ഒരു പക്ഷിക്കുട്ടി വന്നല്ലോ ഗോൾഡൻ എഗ്ഗിൻ്റെ അകത്ത്. ആരാണത്? ഗോൾഡി. അവർക്കിട്ട പേരാണ് ഗോൾഡി. ഓക്കെ. ഹീ കെയിം ടു വിസിറ്റ് ഹിസ് ഗ്രാൻഡ് ചിൽഡ്രൻ. ഹി ടോൾ ദം അബൌട്ട് ദ റെയിൻബോ ബേർഡ്സ്. ആരാണ് വന്നത്? കുട്ടികളെ ഗ്രാൻഡ് ചിൽഡ്രനെ കാണാൻ വേണ്ടി വന്നത് ആരാണ്? ആ റെയിൻബോ ബേർഡ്സിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തതൊക്കെ ആരാണ്? ഗ്രാൻഡ് പാ അല്ലേ, ഗ്രാൻഡ് ഫാദർ ആണ് വന്നത്. ഓക്കെ. എ ബേർഡ് ടുക്ക് എ സഡൻ ടേൺ ആൻഡ് ഫ്ലൂ ബാക്ക് ടു ഗോൾഡി. ഒരു പക്ഷി പെട്ടെന്ന് ആകാശത്ത് തിരിച്ച് പറന്നിട്ട് ഗോൾഡിയുടെ അടുത്തേക്ക് വന്നു. അതാരായിരുന്നു? ഗോൾഡീസ് മദർ അല്ലെങ്കിൽ ദ റെയിൻബോ ബേർഡ് ആണ് തിരിച്ചു വന്നത്. ഓക്കെ. ഓക്കെ, ഇനി അതിനകത്തൊരു ചെറിയൊരു പോയമാണ്. ലെറ്റ്സ് റീഡ് ഇറ്റ്. ഓക്കെ. എ ബേർഡി ഫ്ലൈസ് സോ ഹൈ. എന്താ പറയുന്നത്? എ ബേർഡി, ഒരു പക്ഷി അല്ലേ? എ ബേർഡി ഫ്ലൈസ് സോ ഹൈ അപ്പ് ഇൻ ദ സ്കൈ. ഒരു പക്ഷി അങ്ങ് ഉയരത്തിൽ ആകാശത്തിലേക്ക് പറന്നു. ഓക്കെ, പറക്കുന്നുണ്ട്. ഓക്കെ. സിറ്റിംഗ് ഓൺ എ ട്രീ ഇറ്റ് സിങ്സ് സോ ഫ്രീ. എന്താണ്? അങ്ങനെ പറന്ന് ആകാശത്തിലേക്കൂടി ആകാശത്തിലേക്കൂടി പറന്ന് വന്നിട്ട് അതൊരു മരത്തിൻ്റെ മേലെ ഇരുന്നിട്ട് ഇറ്റ് സിങ്സ് സോ ഫ്രീ, നല്ല ഫ്രീ ആയിട്ട് അത് പാട്ട് പാടുന്നുണ്ട്. വെൻ ദ സമ്മർ എൻഡ്സ് ഇറ്റ് ഫ്ലൈസ് ബാക്ക് വിത്ത് ഫ്രണ്ട്സ്. സമ്മർ എൻഡ് ചെയ്തപ്പോൾ ആ പക്ഷി തിരിച്ച് കൂട്ടുകാരുടെ കൂടെ പറന്നു പോകുന്നുണ്ട്. വിൽ യു കം അഗെയിൻ വെൻ ദ സമ്മർ സൺ ഗ്ലോസ്. എന്താണ് ചോദിക്കുന്നത്? വിൽ യു കം അഗെയിൻ. ആ കുട്ടികൾ ചോദിക്കാണ് പക്ഷിയോട് അല്ലേ, നിങ്ങൾ ഇനിയും തിരിച്ചു വരുമോ പക്ഷി, നീ ഇനിയും തിരിച്ചു വരുമോ? വെൻ ദ സമ്മർ സൺ ഗ്ലോസ്. വീണ്ടും സമ്മർ സീസൺ ആകുമ്പോൾ നീ ഇനിയും തിരിച്ചു വരുമോ എന്ന് കുട്ടികൾ ആ ബേർഡിനോട് ചോദിക്കലാണ്. ഓക്കെ, ചെറിയൊരു പോയമാണത് കേട്ടോ. ലെറ്റ്സ് റീഡ് ഇറ്റ് എന്നുള്ളതാണ്. നല്ലോണം അത് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ മക്കളെ. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇത് സ്റ്റോറി മനസ്സിലായില്ലേ എല്ലാവർക്കും? യെസ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ പാഠം. ഓക്കെ, ഇനി ഇതിൻ്റെ ആക്ടിവിറ്റീസ് ടീച്ചർ വേറൊരു ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യുക കേട്ടോ. അപ്പോൾ ക്ലാസ്സൊക്കെ മിസ്സാവാണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ സി യു അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, സി യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ. ഓക്കെ.